നമസ്കാരം. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കാൽപന്ത് കളിയുടെ ആവേശം വാനോളം ഉയർത്തിയ ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിൽ സ്കൈ ബ്ലൂ എടപ്പാളിന് കിരീടം. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിനെ പരാജയപ്പെടുത്തിയാണ് സ്കൈ ബ്ലൂ ജേതാക്കളായത്. കാൽപന്ത് കളിയുടെ ആവേശം വാനോളം ഉയർത്തിയാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത്. ഒരു മാസക്കാലം നീണ്ടുനിന്ന ടൂർണമെന്റിൽ സംസ്ഥാനത്തെ 24 ടീമുകളാണ് കിരീടത്തിനായി പോരാടിയത്. ആവേശകരമായ കലാശ പോരാട്ടത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്കൈ ബ്ലൂ എടപ്പാൾ കിരീടം ചൂടി. ഫൈനൽ മത്സരം കാണാൻ ആയിരങ്ങളാണ് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. വിജയികൾക്ക് ADM NM മെഹ്റലി ട്രോഫി വിതരണം ചെയ്തു. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ ആദായവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുകയെന്ന് ഖാദർ അലി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ചട്ടിപ്പാറ മുഹമ്മദ് അലി സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഖാദർ അലി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, മണ്ണിൽ ഹസൻ, H മുഹമ്മദ് ഖാൻ, EK സലീം, MK കുഞ്ഞൈമോ, യൂസുഫ് രാമപുരം, മണ്ണേങ്ങൽ അസീസ്, കുറ്റീരി മാനുപ്പ തുടങ്ങിയവർ സമാപന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. EMS വിദ്യാഭ്യാസ കോംപ്ലക്സിലേക്ക് ക്ലബ്ബ് കൈമാറിയ 1.5 ലക്ഷം രൂപ നഗരസഭാ ചെയർമാൻ P ഷാജി ഏറ്റുവാങ്ങി. ബാബു പുലാക്കൽ, ട്രോമ കെയർ യൂണിറ്റ് നിതിൻ തിരൂർക്കാട്, സൂര്യ ശങ്കർ, അക്ബർ സിദ്ദിഖ്, നിസാർ പട്ടാമ്പി, പച്ചേരി ഒസാമ എന്നിവരെ സമാപന ചടങ്ങിൽ ആദരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പൂയ രഥോത്സവം 2024. പാലൂരിലിനി ഉത്സവ ദിനരാത്രങ്ങൾ ജനുവരി 18 മുതൽ 26 വരെ. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പുലാമന്തോൾ.